ടാസ്ക് ആണോ? അമ്മേ അമ്മേ 1820 വന്നിട്ട് ബ്രിട്ടീഷ് വന്നത് തകർത്തു. അത് ഇങ്ങനെ തേനിങ്ങനെ ഒഴുകി ഒഴുകി വരും. ഹിസ് ഹൈനസ് ഷെയ്ഖ് സഖർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. വെള്ളം കളക്ട് ചെയ്യുന്ന സാധനമാണോ അത്? അസൽ കൈമ എല്ലാം വെള്ളത്തിന്റെ അടിയിലായിരുന്നു. സ്വർണം വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഉണക്കാനിട്ടിരിക്കുന്ന പോലെ ഇവിടെ സ്വർണം വെച്ചിരിക്കുന്നു. ഹായ്, എല്ലാവർക്കും 12 ടാമിന്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ UAE-ലാണ്, UAE റാസൽ കൈമ. അപ്പോൾ UAE-ൽ റാസൽ കൈമ എല്ലാം ഇതൊക്കെ കാണിക്കുന്ന മുമ്പ് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഹിസ്റ്ററി അത്രയ്ക്ക് ബോറിംഗ് അല്ല കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ബോറിംഗ് ആക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ എടുക്കാം. അന്ന് ഈ റൗണ്ട് ബോട്ടിന്റെ പേരെന്തായിരുന്നു? ഉണ്ടോ? അവന് കണ്ണും മുക്കൊന്നുമില്ലേ? അന്ന് എടുപ്പെടുത്ത് അത് ബോട്ട് റൗണ്ട് ബോട്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടൊക്കെ ഇവിടെ നാട്ടിലത്തെ അവസ്ഥയായോ? പയ്യെ എനിവേ ഹിസ്റ്ററി തുടങ്ങാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഹിസ്റ്ററി ആയാനേ ഒരുത്തൻ. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാൻ നമ്മളിപ്പോൾ ഇവിടെ റാസൽ കൈമ നാഷണൽ മ്യൂസിയത്തിലോട്ട് പോവുക. അത് പണ്ടൊരു ഫോർട്ട് ആയിരുന്നു. 1621 പോർച്ചുഗീസ് വന്നത് തകർത്തു ആ ഫോർട്ടിന്റെ കഥയാ. 2 പ്രാവശ്യം തകർന്നു പോയ ഫോർട്ട് അത്. 1621 പോർച്ചുഗീസ് വന്ന് അത് തകർത്തു. അത് കഴിഞ്ഞിട്ട് എത്രയാ 1820 വന്നിട്ട് ബ്രിട്ടീഷ് വന്നത് തകർത്തു. അതെന്തോ പൈററ്റ്സിന്റെ എന്തോ ഇഷ്യൂ കാരണം അങ്ങനെ ഒരു അടി ഉണ്ടായി, അത് അപ്പം തകർന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ആ സമയത്ത് റൂളിംഗ് ഫാമിലി ആയ അൽ ഖ്വാസിമി ഫാമിലി അവിടെ ഇത് ചെയ്യും. പിന്നെ 1964 അവർ ഇപ്പുറത്തെ പാലസിലോട്ട് മാറി. ഇപ്പോൾ പുതിയ പാലസിലോട്ട് അവർ മാറുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അവർ മാറിക്കഴിഞ്ഞിട്ട് ഈ ഫോർട്ട് ഒരു പോലീസ് സ്റ്റേഷനും ജയിലുമായിട്ട് അവർ കൺവേർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് 1987 അവർ തകർന്നു പോയ ബാക്കി എല്ലാം ഒന്ന് ശരിയാക്കുകയും പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് അത് മ്യൂസിയം ആക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അതല്ലേ അമ്മ? കണ്ടുതിരിക്കണം. അതാണ് ഒരു ബ്രീഫ് ഹിസ്റ്ററി. നമുക്കിനി അകത്ത് പോയിട്ട് മൊത്തമായിട്ട് കാണാം. ആ ഫോർട്ടിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ആട്ടോ. അത്രയും ബോറടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. നമ്മളവിടെ ഇവിടെ എത്തി. അപ്പോൾ വരുമ്പോൾ തന്നെ ബീരങ്കികളാണല്ലോ ഇൻവൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫ്രണ്ടിൽ തന്നെ. ഒന്നതിനകത്ത് മറ്റേ ഇതുണ്ട് കേട്ടോ. ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഉണ്ട്. അതാണ്ട് അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. 19th സെഞ്ച്വറിയിലാണ് ഇത് ഈ കാസിൽ പണിത്. ഇതിന് അങ്ങോട്ടുണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് ഇപ്പം അതിൻ്റെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ. നമുക്കിനി അകത്തോട്ട് കയറാം. നാഷണൽ മ്യൂസിയം ഓഫ് റാസൽ കൈമ. മ്യൂസിയം ടൈമിങ് എത്ര ടിക്കറ്റിൻ്റെ പ്രൈസ് അതൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. നമ്മളകത്ത് ടിക്കറ്റ് എടുത്ത് കയറി. ഇത് മജ്ലിസ് കേട്ടോ. ഇപ്പോൾ പ്രെയർ ടൈമാണ്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. പണ്ടത്തെ എത്ര രൂപ ടിക്കറ്റിന്? 5 രൂപ ഒരാൾക്ക്. 5 രൂപ. ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും? സ്റ്റാർട്ട് വിസിറ്റ് ഫ്രം ഹിയർ. ഓക്കെ. അൽ ഖ്വാസിമി ഫാമിലിയാ. നമ്മുടെ റാസൽ കൈമേൻ്റെ ഫസ്റ്റ് റൂളിംഗ് ഹിസ് ഹൈനസ് ഷെയ്ഖ് സഖർ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. ഫസ്റ്റ് റാസൽ കൈമ റൂളർ അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി പണ്ടത്തെ റാസൽ കൈമ കണ്ടോ? ഇവിടെ രാജഭരണമാണ്. ആദ്യം അച്ഛൻ, പിന്നെ മോൻ. ഈ ഫോർട്ടിൻ്റെ ഇത് പണ്ട് നമ്മുടെ ഇവിടെ
ഗൾഫ് റീജിയൻ മൊത്തം പേളായിരുന്നു, പേൾ കച്ചവടം. അപ്പം അതിന് വേണ്ടി യൂസ് ചെയ്ത് തന്ന കാര്യങ്ങൾ, സാധനങ്ങൾ. അതിന് വേണ്ടി അവരിട്ടുകൊണ്ടിരുന്നത് കൈ ഇതാകാതിരിക്കാൻ വേണ്ടി. പേൾ ട്രേഡ്. ഇത് പേളാണോ? ആഹാ, പേള് കണ്ടോ? അതാണ്ട് അതിൻ്റെ ആ ഷെല്ല്. ഇത് നമ്മുടെ ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ല. ഈ ഫോട്ടോ ആണെന്ന് തോന്നുന്നില്ല അമ്മ. ഫോട്ടോ ഉണ്ടോ? അങ്ങനെ ഇരുന്ന ഫോട്ടോ ഇപ്പൊ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതിനെ കാണാതെ. ഇതിപ്പോ നമ്മളിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അതിന്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ആഹാ, കൊള്ളാലോ. മുമ്പ് ഇതുണ്ടായിരുന്നു? ഇല്ലല്ലോ, മുമ്പ് ഇങ്ങനെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, 2 ഫ്ലോർ ഉണ്ട് ഇതിന്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. ആൾക്കാർ വരും അതിൻ്റെ മണ്ടയ്ക്ക്. വിൻഡോ ഫ്ലോർ അല്ല, വിൻഡോ ഫ്ലോർ അങ്ങനെ കണ്ടല്ലേ ഇതിൻ്റെ പേര്. ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഇത് ശത്രുക്കളെ നോക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ആയതാ ബാക്കിലത്തത് കേട്ടോ ആ സംഭവം. ഓ, മറ്റേ പ്രസ് ചെയ്ത് അലി. അതാണ്ട് അവിടുന്ന് അത് പ്രസ്സാവും. അവിടുന്ന് പ്രസ് ചെയ്തിട്ട് ആ ഹണിയെല്ലാം ഹണിയെല്ലാം ഇങ്ങനെ വന്ന് അവിടെ ഡെപ്പോസിറ്റ് ആവും. അതേണ്ട ഇവിടെ. ഓ, ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാ. അതവര് ഇങ്ങനെ താഴോട്ട് വന്ന് അന്നത്തോട്ട് വീഴും. എന്താണ് ആ ഹോളിലോട്ട്. അവിടെ ഉണ്ട് ഹോള് കണ്ടോ? അന്നത്തെ ഒരു പിക്ചറുണ്ട് കേട്ടോ അവര് പണ്ടത്തെ. ഇവിടെ എങ്ങനെ അത് പ്രസ് ആയിക്കൊണ്ടിരുന്നതെന്നായിരിക്കും. ഇവിടെ നിന്ന് അത് പ്രസ്സായി നേരെ ഹണി. ഇവിടെ വെയിറ്റ് വെക്കത്തില്ല ഇതിൻ്റെ മണ്ടയ്ക്ക്. മണ്ടയ്ക്ക് വെയിറ്റ് വെച്ച് 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 അതിങ്ങനെ തേനിങ്ങനെ ഒഴുകി ഒഴുകി വരും. ഇവിടെ എല്ലാം അങ്ങനെയാണ്. അത് കളക്ട് ചെയ്ത് അതിനകത്ത് വെക്കും. എന്നിട്ട് അലി അതങ്ങ് ഇതായി പോകും. അന്ന് അവരായിട്ടോണ്ടിരുന്നത്. ഇന്നത്തോട്ട് അവർ കളക്ട് ചെയ്യും. യുറാബ് എവിടെ? യുറാബ്. ഓക്കെ ഓക്കെ. ഇന്നത്തെ കളക്ട് ചെയ്യും. ഇന്നത്തോട്ടിടും. ഐ മീൻ അന്നത്തുനിന്ന് ഇന്നത്തോട്ട്. ഇത് ചാക്ക് പോലത്തെ സാധനം. ചാക്ക് പോലെ അവര് പാം ലീവ്സ് കൊണ്ട് അവർ ചാക്ക് ഉണ്ടാക്കിയെടുത്തിരിക്കുക. മദ് ബാസ അതാണ് ഇതിന്റെ പേര്. അതേണ്ട അതിന്റെ ഡേറ്റ് സിറപ്പ്. അതാണ്ട അവിടെ അടുക്കി വെക്കും. അത് താഴോട്ട് പോയിട്ട് ഹോളി വീഴും. അതെങ്ങനെയാ വീഴുന്നതെന്ന്. അതാണ്ട് ഈ ഗ്യാപ്പിൽ കൂടെ അങ്ങ് താഴെ വീഴും. അങ്ങനെ അത് സിറപ്പായിട്ട് വെളി വരും. പക്ഷെ ഇതിന്റെ ഒരു ഗുണമുണ്ട്. നമുക്കിപ്പോഴും ഇവിടെ നിന്ന് ചില ഡേറ്റ്സ് ഒക്കെ അതല്ലേ ഇപ്പോഴും ഈ പ്രോസസ്സ് തന്നെ നടക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയാമോ? ഇപ്പോൾ വരുന്ന പ്ലാസ്റ്റിക് ഡേറ്റ്സുകളുണ്ട്. ആ ഡേറ്റ്സിന്റെ അടിഭാഗം നോക്കിയാൽ മതി. അതിനകത്തല്ല ഓട്ടകളുണ്ടാവും. അപ്പോൾ ഈ പ്രസ് ചെയ്തിട്ട് ഹണി പോകാൻ വേണ്ടിയുള്ള ഓട്ടയാണ് അത്. അതാ എക്സിറ്റാ. ഇനി അങ്ങോട്ടുണ്ടോ? അതിപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെയാ. പക്ഷെ അത് നല്ല ടേസ്റ്റാ. അതിൻ്റെ സ്വീറ്റ് എല്ലാം പോയി കഴിഞ്ഞിട്ട് അതിനും ടേസ്റ്റ് ഉണ്ട്. ക്ലോസ്ഡാ? അത് ക്ലോസ്ഡാ. വാച്ച് ടവർ ഇങ്ങോട്ടാ അമ്മ. ഗാലറി അങ്ങോട്ടുണ്ടല്ലോ. വാച്ച് ടവർ എങ്ങോട്ടാ? വാച്ച് ടവർ ഇതാണോ? കൂട്ടിട്ടേക്കുവാണല്ലോ. അതാണ്ട് അവരുടെ പണ്ട് എന്തിൻ്റെയോ ഭരണി. നമ്മുടെ ഭരണി, ഇവരുടെ ഭരണി. ഇത് ഡേറ്റ്സ് ഇട്ട് വെച്ച ഭരണി ആയിരിക്കും മിക്കവാറും.
ഇതെന്തുവാ? മോഡൽ ഓഫ് ഗിലിയ ടൂംബോ. ടൂംബ് 2. മോഡൽ ഓഫ് ടൂംബ്. അത് ക്ലിയർ അല്ല, അത് ചൂട് കാരണം ഇതായി. ഇസ്ലാമിക് കൾച്ചർ എന്ന് പറഞ്ഞൊരു ഗാലറി ഉണ്ട് ഇവിടെ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഈ പാത്രം ഇതുണ്ട്. പൊട്ടിപ്പോയ എല്ലാത്തിൻ്റെയും. ആ അവിടെ നിന്ന് ജസീറ സൈഡിൽ നിന്ന് വന്നു ഇതൊക്കെ. പിച്ചളപാത്രം അതെന്തോ? അതിൻ്റെ ഇംഗ്ലീഷ് പേരെന്താ? ഓക്കെ, അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. ഓ താണ്ട് അത് ആ പൊട്ടിപ്പോയത് അവർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ബ്രോൺസ് ആണോ പിച്ചള? ഓ താണ്ട് ഈ ശംഖ് ഇത് ചെയ്തുണ്ടോ? ഇത് ഊതാൻ വേണ്ടിയായിരുന്നു അവർ ഇത് ഇങ്ങനെ ആക്കിയത്. ആ ഇത് നമ്മുടെ ഒരു രൂപ ഇതിനകത്തുള്ള ട്രഡീഷൻ. അതാണ്ട് അവരുടെ ഇത് വാളും വരെ ചെയ്യും. വെള്ളം കളക്ട് ചെയ്യുന്ന സാധനമാണോ അത്? അത് വേറെ എന്തെങ്കിലും ആണോ? എന്തോണെന്ന് അറിയത്തില്ലല്ലോ. ഇത് കാണാൻ വീക്കാ, കാണുമ്പോ ജസ്റ്റ് ചില്ല. പക്ഷെ ഇതിലൂടെ ഒരു ആയുധവും കടന്നു പോകത്തില്ല. കടാര. പിന്നെ അതിൻ്റെ ആ ഓക്കെ ഓക്കെ, അത് പൊട്ടിപ്പോയി. മോതിരം. കോപ്പർ. ആ ഓക്കെ ഓക്കെ, റോ ഫോം കോപ്പറിൻ്റെ. ബാംഗിൾസ് ആയിരിക്കും. ഇതൊക്കെ എങ്ങനെയാണോ ഇട്ടുകൊണ്ട് നടന്നത്? ഇതിനൊക്കെ വെയിറ്റ് ഉണ്ടോ? എന്തുമാത്രം വെയിറ്റ് ഉണ്ടാവും ഇതിനൊക്കെ? 1590. ഇതെന്തോ നമ്പറാ? ഇത് വേറെന്തോ നമ്പറാ? അത് വേറെന്തോ. ഇതിപ്പോഴും അത് ഉണ്ടോ? അവിടെ ഒക്കെ ഉണ്ടോ? ഇതടയ്ക്കണ്ടേ? AC ഉണ്ട്. അത് ടോയ്ലറ്റാ. വെപ്പൺ എക്സിബിഷൻ അടച്ചിട്ടേക്കോ? വെപ്പൺ എക്സിബിഷൻ അടച്ചിട്ടേക്കോ? അതേണ്ട് മറ്റേ ഇത് കോർ ഷെൽസ്. ഇതൊക്കെ കണ്ടോ? പണ്ട് ഈ ഇതൊക്കെ റാസൽ ഖൈമ എല്ലാം വെള്ളത്തിൻ്റെ അടിയിലായിരുന്നു. വെള്ളം മാറി കടൽ മാറി വന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിൽ കാണുന്ന സംഭവം. ആണ്ട് അവിടെ തുറന്നിരിക്കുക. വെള്ളം അതാണ്ട് വല. ഇത് റാസൽ ഖൈമ. അതാണ് റാസൽ ഖൈമ. ഇതാണ് റാസൽ ഖൈമ. ഓ തേണ്ടി ഇത്രയും ഇവിടെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടും കൂടെ ഉണ്ട് റാസൽ ഖൈമ. മണ്ടയ്ക്ക് വന്ന് താഴോട്ട്. തേണ്ടി ഇവിടെ ഉണ്ടോ എന്തോ? ഇത് നമ്മൾ കണ്ടോ? ഇല്ലല്ലോ. അൽ കഹ്വ. ഗോലി സോഡ. അതാണ്ട് ഗോലി സോഡ. അത് ഇവിടെ വന്ന ഡിസൈനാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഡിസൈനാണോ? ഇത് ഇതേ സംഭവം തന്നെയല്ലേ നാട്ടില്?
പണ്ട് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ അപ്പുണ്ടായിരുന്ന സംഭവമാണോ? ഇതൊക്കെ ഇതിന്റെ ടോയ്സ് ഒക്കെ ഇതൊക്കെ അപ്പുണ്ടാക്കിയത്. അതുകൊണ്ട് പണ്ടത്തെ സ്ത്രീകൾ എങ്ങനെയായിരുന്നു അവര് ഡ്രസ്സിങ് ഇട്ടുണ്ട്. അവർക്കൊരു മാസ്ക് ഉണ്ട്. ഇപ്പൊ മറ്റേ ഇതല്ലേ ഇടുന്നേ, ചിലതുണ്ടല്ലേ സ്പൈസസ്. ഇത് കോഫി ബീൻസ് അല്ലേ? ആ കോഫി ബീൻസ്. ആ പിന്നെ അതിന്റെ കമ്പും കൊണ്ട് ഉണ്ടാക്കിയ ടേബിള് പോലത്തെ. അതുകൊണ്ട് പണ്ടത്തെ റേഡിയോ. ഇതിപ്പോഴും ആന്റിക് ബുർഖ. ആ ഓക്കെ ഓക്കെ. ഏതാ അതല്ലേ ബുർഖ? ഇനി മണ്ടക്കോട്ടല്ലേ? ഇവിടെ നിന്ന് നോക്കിയാൽ മറ്റേ ഇത് കാണും. അപ്പുറത്ത് കടല, നേരെ അപ്പുറത്ത് കടല. ഒരു കാര്യം ഞാൻ പറയാൻ പോയി. റാസൽ ഖൈമ എന്ന് ഉള്ള റാസൽ ഖൈമേൻ്റെ പേര് ഞാൻ പറയാം. വെയിറ്റ് ഇവിടെ എന്താ എന്തോ ഉണ്ടല്ലോ, അതുകൊണ്ട് ദാണ്ട് അവിടെ എഴുതി വെച്ചിട്ട്. ആ കേറി ഇറങ്ങിപ്പോ. ഓ അതാണ് ഹോളാ. ആ ഇത് എപ്പോഴും തണുത്തിരിക്കും. ആ വിൻ ടവർ റൂം. ആ അതാണ്ട് ആ ഹോൾ ഗ്യാപ്പ് വെച്ചിരിക്കണം. അവിടുന്ന് താഴോട്ട് വന്ന് അതാകുമ്പോ വെയിലടിക്കത്തില്ല, ബട്ട് നല്ല തണുത്ത കാറ്റ് വരും. ആ അതാണ്ട് കണ്ട. ഇവിടെ എല്ലാം ആ ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ആ അയ്യോ ഇവിടെ വെളിയിലത്തേക്കാളും തണുപ്പുണ്ടല്ലോ. ആ എ സി ഇല്ല, പക്ഷെ തണുപ്പുണ്ട്. മണ്ഡപം കണ്ടോ? മേളിൽ നിന്ന് വന്ന് താഴോട്ട് വരുന്നു. ആ അതാണ്ട് വിൻ ടവർ. ആ ഓക്കെ ഓക്കെ. ഇതാണ് ഇതിന്റെ മണ്ടയ്ക്ക് വന്ന് താഴോട്ട് കാറ്റ് വന്ന് ഇവിടെ മൊത്തവും സ്പ്രെഡ് ആവും. അതേപോലെ തന്നെ ഇതുങ്ങളും സപ്പോർട്ട് ചെയ്യും. ആ ഭാഗത്തുനിന്ന് വരുന്നത് ഇങ്ങനെ അടിക്കും. അവിടെ നിന്ന് ഇങ്ങോട്ടില്ല. അപ്പോ അപ്പൊ കാറ്റ് നേരെ കടലിലോട്ടാണോ പോകുന്നത്? കാരണം അങ്ങോട്ട് കടലല്ലേ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും കാറ്റ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതായിരിക്കും കാറ്റ്. കൊള്ളാല്ലേ ആ സമയത്ത് തണുപ്പിക്കാൻ ചെയ്തേക്കുന്നത്. തണുപ്പിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ചു. ഓ മഴക്കാറാണല്ലോ. കണ്ടോ ഇതാണ് വാച്ച് ടവർ. ഓ മൈ ഗോഡ്. ടാസ്ക് ആണോ? അമ്മേ ആദ്യം തന്നെ ഇതിന്റെ ഗ്രാഫ് നോക്കാം. ഗ്രാഫല്ല, മാപ്പ് നോക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ കയറി മണ്ടയ്ക്ക് 3 ലെയറാണിത്. അവിടെ കൂടെ കയറി പോണം. അത് ഇതെന്തോ ഇതൊരു ചെറിയ റൂം അത്രേ ഉള്ളൂ. ആ ചിലപ്പോൾ ആ മണ്ടയ്ക്കുള്ളവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമായിരിക്കും. ആദ്യം ഞാൻ ഇതും അത് തന്നെയല്ലേ? കണ്ട ഐ മീൻ പന വെച്ചിട്ടാ റൂഫ് പണിതിരിക്കുന്നു. ഓക്കെ, ടാസ്കാന്ന് പറയുന്ന കാലും വയ്യാത്ത എന്നെ ഞാൻ എങ്ങനെ ഞൊളിഞ്ഞ് കയറാം. ഓക്കെ, സെക്കൻഡ് ഫ്ലോറിലെത്തി. ഇത് എവിടെയാ? വാച്ച് ടവർ. കറക്റ്റ് വാച്ച് ടവർ പോലെ തന്നെ പണിതിരിക്കുന്നത്. ഓക്കെ, ആ മണ്ടയെത്തി.
തല ഉണ്ട്, എത്തിയില്ലേ? ഓ ഇനിയാ, അച്ഛനും കൂടെ ഉണ്ട്. അയ്യവാ, വേണ്ട നമ്മള് കയറാം. വേണ്ട നമ്മളിപ്പോ ഇവിടെ എത്തി. അയ്യോ, ഇനി മണ്ടയ്ക്കോട്ട് കയറണമല്ലോ. ഓ അവിടെ കൂടെ കയറാം. ഓ ഇവിടെ കൂടെയാണോ കയറണ്ടേ? ഇത് രണ്ടും ഒരേപോലെ തന്നെ. ഇതിന് ഇച്ചിരി കൂടെ വീതി ഉണ്ടെന്ന് തോന്നുന്നു ഈ സ്റ്റെയറിന്. അയ്യോ, റാസൽ ഖൈമ ടവറിന്റെ മണ്ടയ്ക്ക് ആണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒരു വീരങ്കി. ഇത് എന്റെ ഹൈറ്റിനുള്ളതല്ലേ? ഇവിടെ ഹൈറ്റ് കുറവാ കേട്ടോ, എന്റെ ഹൈറ്റിനുള്ളതല്ല. അത് കണ്ടോ കടല്? ഇവിടെ ഒന്ന് നോക്കിയാൽ അങ്ങ് കടല് കാണാം. ഞാനേ നേരെ നിക്കട്ടെ, എനിക്ക് അവിടെ കുഞ്ഞിഞ്ഞ് നിൽക്കേണ്ടി വരും. ഇവിടെ നിൽക്കാതെ നല്ലത്. വേണ്ട, അങ്ങ് കണ്ടോ കടല്? ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ റാസൽ ഖൈമ മൊത്തം കാണാം. ആ ബിൽഡിംഗ് വരെ കാണാം. ജസീറ എന്ന് പറഞ്ഞ പേര്. ഇവിടുന്ന് 1.5 മണിക്കൂറാ ജസീറ എത്താൻ. നമ്മളെ പള്ളികളൊക്കെ ഉള്ളത് അവിടെ അല്ലേ? ജസീറ പള്ളി അതാണ് ജസീറ. ഇവിടുന്ന് കാണാൻ പറ്റും ജസീറ എന്ന്. ഇവിടുന്ന് 1.5 മണിക്കൂറാ അവിടെ വരെ എത്താൻ. അത് കടലിന്റെ അപ്പുറത്താ, അത് വരെ കാണാൻ പറ്റുന്നുണ്ട്. 1/2 മണിക്കൂറാ? സോറി, 1/2 മണിക്കൂർ കേട്ടോ. തിരുപ്പി പണ്ടൊന്നും ബിൽഡിംഗ് ഇല്ലായിരുന്നു, ഇത്രയും ബിൽഡിങ്ങുകളില്ലല്ലോ. പണ്ടെല്ലാം ഈ ലെവലായിരുന്നു, ഈ ചെറിയ ലെവൽ. ആ സമയത്ത് എല്ലാം കാണാം, അങ്ങ് അപ്പുറത്തോട്ടേ കാണാമായിരുന്നു. കോർണിഷ്, അത് ഇവിടുന്ന് കോർണിഷ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ആ ബിൽഡിങ്ങുകളൊക്കെ കോർണിഷ് ഏരിയ എന്ന് പറയുന്നത്, അതുവരെ ഇവിടുന്ന് കാണാം. അതുകൊണ്ട് ജബൽ ജെയ്സ്, അതാണ് ജബൽ ജെയ്സ് മൗണ്ടൻ. കാറ്റ് തണുക്കുന്ന ഇറങ്ങാം. ഇപ്പൊ തണുത്ത സമയം കൂടെ, അതിൻ്റെ കൂടെ തണുക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. വിന്ററായി. മഴക്കാറുണ്ടല്ലോ. അവളവിടെ ഇരുന്ന് വരിക. സ്ലോലി ഇറങ്ങാൻ പറഞ്ഞപ്പോ അവള് ഇരുന്ന്. എഴുന്നേക്കടി. ഇനി ഇറങ്ങുന്നതായിരിക്കും ടാസ്ക്. കേറുന്ന പെട്ടെന്ന് കയറി, ഇറങ്ങുമ്പോ കണ്ടോ ഒന്നുമില്ല പിടിക്കാൻ. ക്യാമറ ചെറുതാക്കട്ടെ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ പിടിക്കാൻ. ഓക്കെ അമ്മേ, എന്തമ്മേ ഇവിടെ ഇറങ്ങാൻ ഇത്രയും പാടായിരുന്നു. നല്ല പാടാണല്ലോ ഇറങ്ങാൻ. നമ്മൾ ഗുഹയിലൊന്നും കയറിയില്ല പറയുള്ളൂ. ഓക്കെ ഇനി ഞാനറിയാം. ഇവരെന്നെ വെച്ച് ഇത് പിന്നെയും കുഴപ്പമില്ല. ഇതൊന്നും എൻ്റെ ഹൈറ്റിനുള്ളതല്ലല്ലോ, അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. ഇറങ്ങട്ടെ. ഇതിന്റെ താഴോട്ടുണ്ടോ? കേറിയെടുത്ത് തന്നെ നമ്മൾ ഇറങ്ങി. അത് കൊള്ളാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഡിസൈൻ കൊള്ളാല്ലേ? ഈ ഫോർട്ടിന്റെ ഡിസൈൻ കൊള്ളാം. എങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് നമ്മൾ എൻട്രൻസിൽ തന്നെ എത്തും. ഇവിടെ എന്തോ
ഇത് വെളിയിലോട്ടുള്ളതോ? വെളിയിലോട്ടുള്ളതല്ലേ ഇങ്ങോട്ട്? ആ, ഇത് വെളിയിലോട്ടുള്ളത് തന്നെ. എങ്ങനെ കയറിയാലും അങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റും. കൊള്ളാല്ലേ? ആ, ഇവിടെ നമ്മൾ ആദ്യം അത് കൊള്ളാം. നമ്മളങ്ങനെ ഇറങ്ങിയിട്ട് ഇനിയും നമ്മൾ മണ്ടയ്ക്കൊന്ന് കടൽ കണ്ടില്ലേ, അങ്ങോട്ട് പോവാം. പണ്ടൊന്നും ഈ ബിൽഡിംഗ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് മൊത്തം കാണാൻ പറ്റുമായിരുന്നു. ഇവിടുന്ന് തന്നെ കോർണിഷ് കാണാൻ പറ്റുന്നുണ്ട്. കോർണിഷ് ഇവിടുന്ന് ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ പണ്ട് എന്തായിരുന്നേക്കാം, ഇവിടുന്ന് മൊത്തം കാണാൻ പറ്റുമായിരുന്നല്ലോ അല്ലേ? ഇതിന്റെ പേരെന്തായിരുന്നു? കുവൈറ്റ് റോഡ്. കുവൈറ്റ് ടീ ഉണ്ടോ? കുവൈറ്റ് റോഡാ. ഇത് ഇവിടെ എല്ലാ ഇതും കിട്ടും കേട്ടോ. മാർക്കറ്റ് ഏരിയ അതിപ്പോ ഡെവലപ്പിംഗ്. പണ്ടത്തെ മാർക്കറ്റ് പ്ലേസ് തന്നെ ഇത്. കാരണം അവിടെ കടല് അങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. കാരണം ഇവിടെ തൊട്ടടുത്ത് കടലല്ലേ, ട്രേഡിങ് നടന്നതല്ല ഇവിടെയാ. അതാണ് ഇവിടെ പാലസ് വന്നത്. ഞാൻ പിന്നെ പറയാൻ മറന്നുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ റാസൽ ഖൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ലാൻഡ് ഓഫ് ടെൻറ്റ് എന്നായിരുന്നു ആ റാസ് അൽ ഖൈമേൻ്റെ മീനിങ്. അതായിരുന്നു ഞാൻ അവിടെ വെച്ച് പറയാൻ വേണ്ടി പറഞ്ഞത്. അത് ഞാൻ മറന്നുപോയി പറയാം. റാസ് എന്ന് വെച്ചാൽ ഹെഡ്, ഖൈമ അൽ ഖൈമ എന്ന് വെച്ചാൽ ഹെഡ് ഓഫ് ടെൻറ്റ്. ഇത് ജുവലറി ഏരിയ കണ്ടോ, മൊത്തം സ്വർണ്ണക്കട ഇവിടെ. സ്വർണ്ണമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? കണ്ടോ, എല്ലാം റിയൽ സ്വർണ്ണം തന്നെ. ആ സൈഡും രണ്ട് സൈഡും. ഇതൊരു ഷോപ്പിംഗ് മാൾ ആണ്. സ്വർണത്തിന്റെയും ലക്ഷറി ഗുഡ്സിന്റെയും ഷോപ്പിംഗ് മാൾ. അതാണ്ട് ഇത് സ്വർണം വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഉണക്കാനിട്ടിരിക്കുന്ന പോലെ ഇവിടെ സ്വർണം വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ജോയ് ആലുക്കാസ് വലിയ വലിയ മാളുകളുമാ. ഇവിടെ കണ്ടു കുട്ടി കുട്ടി കടകളല്ലേ സ്വർണം വെച്ചിരിക്കുന്നത്. അത്രയും സ്വർണം അല്ല, അത് ഡ്രസ്സാ. എന്തായാലും സ്വർണം വെച്ചിരിക്കുന്ന കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ എന്ത് സെക്യൂരിറ്റിയാ. അകത്ത് കയറുന്ന മുമ്പ് സെക്യൂരിറ്റി ചെക്ക്, വെളിയേറുമ്പോ ബാഗ് ചെക്ക്. വെളിയേറുമ്പോ ഇവിടെ കച്ചവടം. അപ്പോൾ ഇന്നത്തെ മ്യൂസിയം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിവേ നമ്മുടെ റാസൽ ഖൈമ തന്നെ ആയിരിക്കും. റാസൽ ഖൈമയോ അല്ലെങ്കിൽ ദുബൈയോ, എനിവേ UAE-യിലുള്ള ഒരു സ്ഥലമായിരിക്കും ഞാൻ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.